ഇച്ചു നമുക്ക് മുടി മുറിക്കാൻ പോവാ. ഓക്കെ. അങ്ങനെ നമ്മൾ ഇച്ചുവിൻ്റെ മുടി മുറിക്കാൻ വേണ്ടി പോവാണ്. ഞാനും അച്ഛനും ഇച്ചുവും കൂടിയാണ് പോകുന്നത്. നേരെ ഓട്ടോ വിളിച്ചു. നേരെ നമ്മളിനി ബാർബർ ഷോപ്പിലോട്ട് നേരെ അങ്ങോട്ടേക്ക് വിട്ട് വണ്ടി അങ്ങനെ അവിടെ എത്തി. അടുത്തുമ്പോൾ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് സമയം കാത്തു നിന്നു. അവസാനം എന്താ ഇച്ചുവിൻ്റെ മുടി മുറിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് അവനത് സാധനമൊന്നും ഇടാൻ വേണ്ടി വിട്ടിട്ടുണ്ടായില്ല കേട്ടോ. പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, ആളിരിക്കുന്നുണ്ട്. പക്ഷെ അവൻ ഇടക്കിടക്ക് അനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവൻ്റെ മുടിയെല്ലാം പോകുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമെന്ന്, മുടിയെല്ലാം കളയാൻ വേണ്ടിയിട്ടുള്ള തിരക്കല്ലാന്ന്. പിന്നെ അങ്ങോട്ട് തിരിയല്ലേ എന്നെല്ലാം പറയുമ്പോൾ അവൻ തിരിയുന്നെല്ലാം ഉണ്ട്. കുറേ സമയം കണ്ണാടിയൊക്കെ നോക്കാൻ പറഞ്ഞു. അങ്ങനെ കണ്ണാടിയൊക്കെ നോക്കി കളിച്ചു. അവസാനം നമ്മുടെ മുടിയൊക്കെ മുറിച്ച് സെറ്റായിട്ടുണ്ട്. മുമ്പൊക്കെ മുടി എടുക്കുമ്പോൾ ഭയങ്കര കടിച്ചല്ല. ഇപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ മുമ്പ് ചെറുതായിരുന്നല്ലോ, ഇപ്പം പിന്നെ എൻ്റെ ഇച്ചുമോൻ വലുതായില്ലേ കുറച്ച്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അത് കഴിഞ്ഞ് നേരെ നമ്മൾ മീനൊക്കെ മേടിച്ച് പിന്നെ അവിടുന്ന് ഒരു ഷോപ്പിൽ കയറിയ സമയത്ത് ഒരു കാറ് കണ്ടിട്ട് ഇച്ചു അത് വേണമെന്ന് പറഞ്ഞിട്ട് ഞാനതും പിന്നെ ഒരു സ്പ്രേയും വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതും മേടിച്ചിട്ട് പിന്നെ ഇച്ചുവിന് ഞാൻ മുടി മുറിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐസ് മേടിച്ചു തരാമെന്ന്. അങ്ങനെ ഒരു കോണ് മേടിച്ചു കൊടുത്തു. അപ്പോഴേക്ക് അമ്മയും ചന്തവും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടി ഓട്ടോയ്ക്ക് കയറി നേരെ ഇനി വീട്ടിലേക്കാണ്. എന്താ ചന്തുവിൻ്റെ കുറച്ച് ഷോഫ് ഉണ്ടുള്ളൂ ഗൈസ്, ഷോഫല്ല, ക്യൂട്ട്നെസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പാട് ചന്തു ആ പേരക്ക കണ്ടിട്ട് പറിക്കുന്നുണ്ട്. അവൾ പേരക്ക പറിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ മുകളിലേക്ക് പോകുമ്പോൾ മുകളിലൊക്കെ പോയിട്ട് പേരക്കയുണ്ട്. അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, അമ്മേനെ കൂട്ടിയിട്ട് വേഗം വന്നു. അങ്ങനെ അമ്മയും അച്ഛനും കൂടി ഇതാ കൊക്കയൊക്കെ സെറ്റാക്കി അച്ഛനാണ് കൊക്കയെല്ലാം സെറ്റാക്കി തന്നത്. കൊക്കയെല്ലാം ശരിയാക്കി തന്ന് പിന്നെ നമ്മൾ പറിക്കാനുള്ള തിരക്കിലാണ് ഗൈസ്. അങ്ങനെ വേഗം മുകളിലുള്ള പേരക്ക എടുത്ത് പറിച്ചു. അങ്ങനെ നമ്മൾ പേരക്കകളെല്ലാം പറിച്ചു വെച്ചിട്ട് പിന്നെ അത് തിന്നുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അങ്ങനെ അതൊക്കെ തിന്ന് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു. അപ്പോൾ ഇതാണ് വിശേഷങ്ങൾ. ബൈ ബൈ, സീ യു.